നിലമ്പൂർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നിലമ്പൂർ തേക്കല്ലേ? നിലമ്പൂർ തേക്കിന്റെ പ്രത്യേകതകൾ, നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം, ഇതിന്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ട് കാണാം. കേട്ടാൽ ആദ്യം എന്ത് ഓർമ്മ വരും? നിലമ്പൂർ തേക്ക് തന്നെ. ചില്ലറക്കാരനല്ല, സാക്ഷാൽ ടൈറ്റാനിക് കപ്പലിന്റെ നിർമ്മാണം മുതൽ റോൾസ് റോയ്സ് കാറുകളുടെ ഇന്റീരിയർ വരെ നിലമ്പൂർ തേക്കിൽ നിർമ്മിക്കുന്നുണ്ട്. കാണാം നിലമ്പൂർ തേക്കിന്റെ വിശേഷങ്ങൾ. നാടൻ പ്ലാവിന്റെ നിറത്തിൽ തിളങ്ങുന്ന തേക്കിൻ തടികൾ. പ്രസിദ്ധമായ നിലമ്പൂർ തേക്കിന്റെ മാത്രം പ്രത്യേകതയാണിത്. സ്വർണ്ണ നിറമുള്ള തേക്ക് വളരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ സ്ഥലമാണ് നിലമ്പൂർ. ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിലും ടൈറ്റാനിക് കപ്പലിലും ഉപയോഗിച്ചത് ചരിത്രത്തിൽ നിലമ്പൂരിന്റെ തേക്ക് മാഹാത്മ്യം. ലോകത്തിലെ ആദ്യത്തെ തേക്ക് തോട്ടമായ കനോലി പ്ലോട്ട് നിലമ്പൂരിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയുടെ കളക്ടറും മജിസ്ട്രേറ്റുമായിരുന്ന സർ ലഫ്റ്റനന്റ് ഹെൻറി വാലന്റൈൻ കനോലി 1846 സ്ഥാപിച്ച ഈ തോട്ടം ചാലിയാർ, കുറുവൻപുഴ എന്നിവയുടെ സംഗമസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. 200ഓളം വർഷം ഈ തോട്ടത്തിന് പഴക്കമുണ്ട്. നിലമ്പൂർ തേക്കിന്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് 50-60 വർഷമാണ്. പക്ഷെ ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് പ്ലാന്റേഷനാണ്. ഒപ്പം നമ്മൾ നട്ടു വളർത്തിയ ഏറ്റവും വലിയ തേക്കും കനോലി പ്ലോട്ടിനകത്താണ്. 7000-8000 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഇവിടെ നിന്ന് തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ റോൾസ് റോയ്സ് കാറിന്റെ ഇന്റീരിയർ ചെയ്യുന്നത് നിലമ്പൂർ തേക്ക് ഉപയോഗിച്ചിട്ടാണ്. അതിനുള്ള പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഈ തേക്കിലൊരു ഓയിൽ കണ്ടന്റ് ഉണ്ട്. ഒരു മണ്ണിന്റെ പ്രത്യേകതയാണ്. ഈ മണ്ണിൽ വളരുന്നത് കൊണ്ടാവാം ഇതിനൊരു ഗോൾഡിഷ് യെല്ലോ കളറുണ്ട്. പിന്നെ നിറച്ച് ഗ്രെയിൻസ് ഉണ്ട്. എന്താ പറയുക, നമ്മളൊരു ആർട്ടിസ്റ്റ് ചെയ്യുന്നത് നാച്ചുറലായിട്ട് തന്നെ ആ വരകൾ ഈ തേക്കിലുണ്ട്. 1846-ൽ 1500 ഏക്കർ സ്ഥലത്തായിരുന്നു തേക്ക് കൃഷി ആരംഭിച്ചത്. 1939-ൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നിലമ്പൂരിൽ നിന്നും തേക്ക് തടികൾ കൊണ്ടുപോയ ചരിത്രമുണ്ട്. 1993-ൽ കനോലി പ്ലോട്ടിനെ ഗവേഷണ മേഖലയായി പ്രഖ്യാപിച്ചു. നിലവിൽ 5.6 ഏക്കർ സ്ഥലം പെർമനന്റ് പ്രിസർവേഷൻ പ്ലോട്ടായി സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നു. ലോകത്തിലെ തന്നെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും നിലമ്പൂരിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കീഴിൽ 1995-ൽ സ്ഥാപിച്ച മ്യൂസിയത്തിൽ തേക്കിൻ തടികളുടെ പ്രദർശനം മാത്രമല്ല, അവയുടെ കലാപരവും ചരിത്രപരവും ശാസ്ത്രപരവുമായ അറിവ് കൂടി പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നു. 2017-ൽ ഭൗമസൂചിക പദവി ലഭിച്ചതോടെ നിലമ്പൂർ തേക്കിന്റെ സുവർണകാലം തിരിച്ചെത്തി. സ്വദേശത്തും വിദേശത്തും നിലമ്പൂർ തേക്കിന് ആവശ്യക്കാർ വർദ്ധിച്ചു. പഴയ ബ്രിട്ടീഷ് പ്ലാന്റേഷന്റെ തുടർച്ച ഏറ്റെടുത്ത വനം വകുപ്പ് തന്നെ ഈ വ്യാപാരക്കണ്ണി പൊട്ടാതെ കൊണ്ടു നടക്കുന്നു. ഈടിലും ഉറപ്പിലും സൗന്ദര്യത്തിലും കാലത്തെ കവിയുന്ന കഥകളുമായി നിലമ്പൂർ തേക്ക് കടൽ കടക്കുന്നു. VS അനന്തു, ദൂരദർശൻ ന്യൂസ്, നിലമ്പൂർ.